മോർണിംഗ് ടാസ്കിനിടയ്ക്ക് നമ്മുടെ രേണു പറഞ്ഞ ഒരൊറ്റ ഡയലോഗിൽ നമ്മുടെ അനീഷ് അവിടെ സിബ് ഇട്ടതുപോലെ അവിടെ ഇരുന്നു കേട്ടോ. അതായത് മോർണിംഗ് ആക്ടിവിറ്റി ഇങ്ങനെ ആയിരുന്നു. ഇവിടെ എല്ലാവരെയും ഏറ്റവും കൂടുതൽ വെറുപ്പിക്കുന്ന ഒരാൾ ആരാണ്, അതുപോലെ തന്നെ സേഫ് ഗെയിമർ ആരാണ്, അതുപോലെ തന്നെ നന്നായി ഗെയിം കളിക്കുന്ന ഒരാൾ ആരാണ്. ഇതായിരുന്നു ഇന്നത്തെ മോർണിംഗ് ടാസ്ക്. ഇത് ബിഗ് ബോസ് നല്ല രീതിയിൽ അടി ഉണ്ടാക്കാൻ തന്നെ കൊടുത്ത ഒരു ടാസ്ക് തന്നെയാണ് കേട്ടോ. എന്തായാലും ഈ ടാസ്കിന് വന്നിരുന്നപ്പോൾ നമ്മുടെ ആരും വന്നിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും വിശക്കുന്നുണ്ട് കേട്ടോ. ഒന്നാമത്തെ കാര്യം, കിച്ചൺ ടീം എന്ന് പറഞ്ഞത് വളരെ ഒരു ഫ്ലോപ്പാണ്. ക്യാപ്റ്റനാണ് അനീഷ് വേണം കിച്ചൺ ടീമിനെ നേരത്തെ എല്ലാവരും വിളിച്ച് കൊണ്ടുവന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ഇത് മോർണിംഗ് സോങ് തുടങ്ങിയ ശേഷമാണ് ഇവർ എണീക്കുന്ന പോലും. പിന്നീടാണ് ചായ ഇടുന്നതും രാവിലത്തെ ഫുഡ് ഉണ്ടാക്കുന്നതൊക്കെ. മോർണിംഗ് ടാസ്ക് കഴിഞ്ഞാൽ പോലും രാവിലത്തെ ഫുഡ് കഴിക്കാൻ പറ്റില്ല. ആ ഒരു രീതിയിലാണ് ഇവരെ കിച്ചൺ ടീം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര ഫ്ലോപ്പാണ് കേട്ടോ. ഇന്നലെ ആണെങ്കിൽ ഫുഡ് ഉണ്ടാക്കിയത് കരിഞ്ഞു പോയി, കുറച്ച് ഫുഡാണെങ്കിൽ ഉണ്ടാക്കിയത് വെന്തില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. ഒരുപാട് ഫുഡ് സാധനങ്ങൾക്ക് വേസ്റ്റായൊക്കെ പോകുന്നുണ്ട്. അത് എന്ന് വെച്ചാൽ കിച്ചൺ ടീം അത്ര പോരാ. ഇവർ തമ്മിൽ കോർഡിനേഷൻ ഇല്ല. അനീഷിനോട് വല്ലതും പറഞ്ഞ് അനീഷ് കേൾക്കത്തുമില്ല. എന്തായാലും അങ്ങനെ എല്ലാവർക്കും വിശന്നിരിക്കുകയായിരുന്നു കേട്ടോ. ആ സമയത്താണ് ഈ ടാസ്ക് നടത്താൻ വിളിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ആരും താമസിച്ചു വന്നു. പിന്നെ രണ്ടാമത് നമ്മുടെ ഷാനവാസ് വന്ന് നിന്ന് ഏറ്റവും മോശം ഗെയിമർ, അതായത് ഇവിടെ എല്ലാവരും വെറുപ്പിക്കുന്ന ഗെയിമർ ആരാണെന്ന് ചോദിക്കുമ്പോൾ അനീഷിൻ്റെ പേരാണ് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ പിന്നെ പറയണ്ട അനീഷിൻ്റെ കാര്യം. അനീഷ് ഞാനല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് ആനയാണ് മാങ്ങയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരും. എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ കടക്കി വെക്കില്ല. അങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ രേണുവിനൊക്കെ ആണെങ്കിൽ വിശന്നിട്ട് വയ്യ, ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ, ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഫുഡ് കഴിക്കാൻ പോകാൻ എന്നൊരൊറ്റ ഡയലോഗ്. അനീഷ് സിബ് ഇട്ടതുപോലെ അവിടെ പോയെങ്കിരുന്നു. കാര്യം എല്ലാവരും വിശന്ന് കുരുങ്ങിയിരിക്കുകയാണ്. പലർക്കും ഈ രാവിലത്തെ ഫുഡ് കിട്ടിയിട്ട് വേണം മരുന്നൊക്കെ കഴിക്കാൻ. ഇങ്ങനെ ഇരിക്കുന്ന ആളിലിടയ്ക്ക് വീണ്ടും ഈ ടാസ്ക് നീട്ടിക്കൊണ്ട് പോയാൽ ഫുഡ് കിട്ടാൻ വൈകും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിശന്നിരിക്കുകയാണ് പലരും. രേണു നന്നായിട്ട് വിശക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രേണു അവിടെ പ്രതികരിച്ചു കേട്ടോ. അതായത് രേണുവിന് ഇതുപോലത്തെ കുറേ സന്ദർഭങ്ങളൊക്കെ വന്നാൽ ഗെയിമിലേക്ക് ഇറങ്ങുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും രേണുവിൻ്റെ ആ ഒരു ഒറ്റ ഡയലോഗിൽ ചീറ്റപ്പുലി ആയിരുന്നു നമ്മുടെ അനീഷ് സിബ് ഇട്ടതുപോലെ അവിടെ ഇരുന്നു.